ശ്രീജയ്ക്ക് ഇപ്പോൾ മാധ്യമങ്ങളുടെ ഇന്നലത്തെ ഒരു റണ്ണിങ് കമൻട്രിയുടെ ഒരു സ്വഭാവം അതിലെ അപകടത്തെ അതിലുള്ള വിമർശനത്തെക്കുറിച്ചാണ് ശ്രീ എം ജയചന്ദ്രൻ സംസാരിച്ചത്. അതിൻ്റെ തുടർച്ചയിൽ ഇന്നിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലരൊക്കെ ഭാവി മുഖ്യമന്ത്രിയായി താരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു എന്ന നിലയിലേക്കുള്ള വീഡിയോകളുടെ നിർമ്മാണമാണ്, അത്തരം ചില പ്രചാരണങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ ജയ്ക്കത് കണ്ടിട്ടുണ്ടാവില്ല. വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു, വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു, പോലീസ് സംഘത്തോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു, സ്റ്റേഷനിൽ പോകുന്നു, വളരെ സൗമ്യനായി ചിരിച്ച് ആ പോലീസ് സംഘത്തോടൊപ്പം നിൽക്കുന്ന രാഹുലിനെ നമ്മൾ കണ്ടു. പക്ഷേ അത് കള്ളക്കേസാണ്, അത് ഇരട്ട നീതിയാണ് എന്ന നിലയിലേക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ ആരോപണത്തെ ശക്തമാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില താരതമ്യങ്ങൾ ഇക്കാര്യങ്ങളിൽ വേണ്ടതുണ്ടോ? എനിക്ക് ജയ്ക്കിനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം അതാണ്. ഇപ്പോൾ പോലീസ് എങ്ങനെ രാഹുലിനോട് അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ അടക്കം പെരുമാറി, അത്തരം ഒരു കേസ്, വ്യത്യസ്തമായൊരു കേസ് രാഹുലിനുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത് പോലെ ചില ദൃശ്യങ്ങൾ, ചില ചിത്രങ്ങൾ, രണ്ട് ചിത്രങ്ങൾ കാട്ടിക്കൊണ്ട് ഞാൻ ജയ്ക്കിലേക്ക് വരാം. ആ രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് എക്കാലവും മലയാളികളുടെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ചിത്രമാണ്. അതിൽ ഒരു ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. വിലങ്ങ് വെച്ചതാ, ഇത് വ്യവസായ മന്ത്രി പി രാജീവിനെ കെ കരുണാകരൻ്റെ ഭരണകാലത്ത് പോലീസ് ആനയിച്ചു കൊണ്ടുപോവുകയാണ്. അതുപോലെ പി കെ ബിജു മുൻ എം പി അടക്കമുള്ള അക്കാലത്തെ SFI പ്രവർത്തകരെ കൈവിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന പോലീസ്. ഇന്ന് സമൂഹമാധ്യമങ്ങളിൽ പല താരതമ്യങ്ങളും പല ചർച്ചകളും നടക്കുന്നുണ്ട്. ഇവിടെ രാഹുലിനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത രീതി സമൂഹത്തിൻ്റെ മുമ്പിലുണ്ട്. രാഹുൽ എങ്ങനെയാണ് അതിനോട് വളരെ ചിരിച്ച് പോലീസുമായി മുന്നോട്ട് പോകുന്ന രാഹുലുണ്ട്. പക്ഷേ പി രാജീവിനെ ആ കാലത്ത് ഈ രൂപത്തിലാണ് കേരളം കണ്ടിട്ടുള്ളത്, ചിത്രങ്ങളിലൂടെ കണ്ടിട്ടുള്ളത്. കൈവിലങ്ങ് വെച്ചുകൊണ്ട് SFIക്കാരെ പോകുമ്പോൾ ഇപ്പോൾ ഇരട്ട നീതിയെക്കുറിച്ചും അതുപോലെ തന്നെ കള്ളക്കേസും എന്ന നിലയിലൊരു ആരോപണം ശക്തമാക്കി തന്നെയാണ് യൂത്ത് കോൺഗ്രസും സർക്കാരിനെ നേരിടുന്നത്. ജയ്ക്ക് അതെ, അതായത് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അസാധാരണമായ കോൺഗ്രസ് പക്ഷപാതിത്വത്തോടുകൂടെ ഒരുതരം കോൺഗ്രസ് ആരാധകരായി കേരളത്തിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും സ്വയം സാക്ഷ്യപ്പെടുത്തി ഉത്തരവ് ലഭിക്കാനുള്ള ഒരു മത്സര പരീക്ഷയിലാണ് എന്നുള്ളതാണ് ഇന്നും ഇന്നലെയുമായിട്ടുള്ള വാർത്താവിന്യാസം കാണുമ്പോൾ തോന്നുന്നത്. ഇന്നലെ ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ കാര്യങ്ങൾ വിശദീകരിക്കവേ അതിലെ ആങ്കർ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ച് വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചൊരു പദം, അത് ഹീറോ എന്നുള്ളതാണ്, നായകനാണ് എന്നുള്ളത് പറയുന്നു. എന്ത് കൃത്യം ചെയ്തതിൻ്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ നായകനാക്കാൻ, നായക പരിവേഷം നൽകാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മത്സരിക്കുന്നത്? നമ്മൾ കണ്ടതല്ലേ, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇദ്ദേഹത്തിന്റെ അറസ്റ്റിന് ആധാരമായ സംഭവവികാസങ്ങളതൊന്ന്. അതിലുണ്ടായത് എന്താണ്? അതിലെ പ്രസക്ത ഭാഗങ്ങൾ ബഹുമാനിയനായ നമ്മുടെ മാധ്യമപ്രവർത്തകനും സഹപാനലിസ്റ്റും ഇവിടെ വിശദീകരിച്ചു. എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? പിങ്ക് പോലീസിന്റെ വണ്ടി അടിച്ചു തകർക്കുന്നു ഒരു സംഘം യൂത്ത് കോൺഗ്രസിന്റെ പുരുഷന്മാരായിട്ടുള്ള ഗുണ്ടാ സംഘം. അതിൽ നിന്ന് വനിതാ പോലീസിനെ ബലം പ്രയോഗിച്ച് ഇറക്കിവിടാനും അപമാനിക്കാനും ശ്രമിക്കുന്നു. ഒന്ന്. ഇവിടെ വിശദീകരിച്ചതുപോലെ കണ്ടോൺമെന്റ് CIയുടെ മുഖമടിച്ച് തകർക്കുന്നു. അദ്ദേഹത്തിന്റെ പല്ലും ചോരയും തകർന്ന് ചോര വാർന്ന് അദ്ദേഹം ബാരിക്കേഡിന് മുമ്പിൽ കയ്യിലുള്ള ലാത്തിയും ഷീൽഡുമായി നിൽക്കുന്ന ചിത്രം നമ്മൾ കണ്ടതാണ്. അതേപോലെ പൂജപ്പുറ SHOയുടെ മുഖമടിച്ച് തകർക്കുന്നു. അദ്ദേഹത്തിന് പരിക്കേറ്റ് ചോര തെറിച്ച മുഖവുമായി അദ്ദേഹം നിൽക്കുന്നു. ഇത്രയും അക്രമം ചെയ്തൊരു ഗുണ്ടാ സംഘത്തെ നമ്മളുടെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ആർക്കൈവുകളിലുണ്ട്. പിങ്ക് പോലീസിന്റെ വണ്ടി അടിച്ചു തകർത്ത് വനിതാ പോലീസിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്ന പുരുഷ ഗുണ്ടാ സംഘത്തിന്റെ വീഡിയോ ദൃശ്യം നമ്മൾ കണ്ടതാണ്. അല്പം മനോവിഷമത്തോടു കൂടെയെങ്കിലും കേരളത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് മുതൽ റിപ്പോർട്ടർ വരെയുള്ള കേരളത്തിലെ എല്ലാ മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങളും വന്ന് ചർച്ച ചെയ്തത് പോലീസ് സ്വീകരിച്ച അന്യാദൃശ്യമായ സഹനത്തെയും ക്ഷമയും സംബന്ധിച്ചാണ്. ഈ ആക്രമണങ്ങളൊക്കെ കാട്ടിയിട്ട് കേസെടുക്കാൻ പാടില്ല എന്ന് തലയിൽ ആൾതാമസമുള്ള കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുമോ? ഇത്രയും ഗുണ്ടാ പ്രവർത്തനം നടത്തിയിട്ട് കേസെടുക്കാൻ പാടില്ല എന്ന്. തിരിച്ച് ഒന്ന് ചോദിക്കട്ടെ, പോലീസ് ഭീകരത എന്നുള്ളതാണ് ഇന്നും ഇന്നലെയുമായി നമ്മൾ കേൾക്കുന്ന ഒരു നരേറ്റീവ്. എന്താണ് പോലീസ് ഭീകരത? വനിതാ പോലീസിനെ വണ്ടി അടിച്ചു തകർത്ത് അവരെ അപമാനിക്കാൻ ശ്രമിച്ച് SHOയ്ക്കും CIക്കും ചോര വാർന്ന മുഖവുമായി സമരമുഖത്ത് നിലയുറപ്പിക്കേണ്ട വന്നിട്ട് ഒരു ഗ്രനേഡ് പൊട്ടിയില്ല, ഒരു ഷെല്ല് വീണില്ല, ഒരു കണ്ണീർവാതക ഷെല്ല് പ്രയോഗിച്ചില്ല, എയർ ബുള്ളറ്റ് ഉണ്ടായില്ല. കേരളത്തിൽ UDF മന്ത്രിസഭ കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ സമരങ്ങളെ നേരിട്ടതുപോലെ ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ചില്ല. അതിനെ തുടർന്ന് വിദ്യാർത്ഥികളെ തല്ലാൻ ലാത്തി ഉപയോഗിച്ചിട്ട് ലാത്തി ഒടിഞ്ഞു പോയതിന്റെ പേരിൽ ലാത്തി ഒടിച്ചു എന്ന് പറഞ്ഞ് PDPP എടുത്ത് കേരളത്തിലെ വിദ്യാർത്ഥികളെ യുവജനങ്ങളെ ഈ സർക്കാരോ പോലീസോ വേട്ടയാടിയില്ല.
1983 മുതലുള്ള കാലയളവിൽ കണ്ടതുപോലെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ജനനേന്ദ്രിയം തകർത്ത് കളയും, വെടിവെച്ച് കൊന്നുകളയുകയും ചെയ്ത അനുഭവം ഇവിടെ എവിടെയും ഉണ്ടായില്ല. അന്യാദൃശ്യമായ ക്ഷമയെന്നും സഹനമെന്നും കേരളത്തിൽ ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഒരു സമരത്തിൽ നടത്തിയ പച്ച ഗുണ്ടാ സ്വഭാവത്തോടുകൂടെയുള്ള ആക്രമണത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും അദ്ദേഹത്തിന്റെ വ്യാജ ഗുണ്ടാ സംഘത്തിനുമെതിരെ കേസ് വരുന്നു. ആ കേസിൽ ശ്രദ്ധിക്കേണ്ടതോ, ആ കേസിൽ ബാക്കി പല പ്രതികളും ഇത്രയോ ദിവസങ്ങളായി റിമാൻഡിലാണ്. എന്തുകൊണ്ടായിരിക്കാം കോടതി ജാമ്യം കൊടുക്കാത്തത്? കോടതിയുടെ പക്കൽ അതിശക്തമായ തെളിവുകൾ വന്നു. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിന് നേതൃത്വം നൽകിയവരിൽ 10-20ലധികം വരുന്ന ആളുകൾ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ്, സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. അവർ പല കുറി ജാമ്യാപേക്ഷ മാറ്റിയും മറിച്ചും കൊടുത്തിട്ടുണ്ട്. ജാമ്യം കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല, കേരളത്തിന്റെ കോടതി, ബഹുമാന്യനായ നീതിന്യായ പീഠം തയ്യാറായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നം എന്താണ്? നിങ്ങൾ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തില്ലേ? ഞങ്ങളുടെ നേതാവ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ള ആളല്ലേ? ഇതൊക്കെയാണ് ഉയർന്നു വരുന്ന പ്രയോഗം. വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു പോലും, അല്ലേ? ബഹുരസമാണ്. കാലമെല്ലാത്തിനും മറുപടി പറയുന്നുണ്ട്. ചരിത്രബോധമുള്ള കേരളത്തിലെ ഒരു മനുഷ്യനും മറക്കാൻ പാടില്ല. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. കേരളത്തിലെ കോഴിക്കോട് ജില്ല CPIM അതിശക്തമായ സ്വാധീനമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിലൊന്നാണ്. അവിടുത്തെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനമാണ് CPIM. അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സഖാവ് B. മോഹനനെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത്? എൻ്റെ ഓർമ്മകൾ ശരിയെങ്കിൽ M. ദാസന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം തിരികെ കാറിൽ മടങ്ങുകയായിരുന്ന P. മോഹനനെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ദൃശ്യമാധ്യമങ്ങൾക്കും ഇന്ന് ED ചെയ്യുന്നത് പോലെ വിവരം ചോർത്തിക്കൊടുത്ത് ദൃശ്യമാധ്യമങ്ങളിൽ സചിത്ര വാർത്തയും ദൃശ്യങ്ങളും ഒപ്പിയെടുക്കാൻ കഴിയും വിധം അവരുടെ സഹായത്തോടുകൂടെ വണ്ടി വളഞ്ഞ് വാഹനം ചെയ്സ് ചെയ്ത് ഒരു കൊള്ളക്കാരനെ, ഒരു ഗുണ്ടാ സംഘത്തിന്റെ നേതാവിനെ പിടികൂടുന്നത് പോലെയാണ് അന്ന് മോഹനൻ മാഷെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ആദരണീയനായ കേരളത്തിന്റെ മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നില്ലേ സഖാവ് M. മണി? ഏത് രാത്രിയുടെ മറവിലാണ് അദ്ദേഹവും ജീവിത പങ്കാളിയും കുടുംബവും ഒക്കെ താമസിച്ചിരുന്ന വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി പോലീസ് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുന്നത്? എങ്ങനെയായിരുന്നു സഖാവ് P. ജയരാജനെതിരെ നിങ്ങൾ സ്വീകരിച്ച സമീപനം? ഇവരാരും ഏതെങ്കിലും ഒരു സംഘടനയുടെ വ്യാജ ID ഉണ്ടാക്കി തട്ടിപ്പുകാരായി വന്ന ആളുകളല്ല. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടെ കേരള നിയമസഭയിലേക്ക് നടന്നു കയറിയ ആളാണ് സഖാവ് P. ജയരാജൻ. സഖാവ് M. മണി കണ്ണഞ്ചിപ്പിക്കുന്ന ഭൂരിപക്ഷത്തോടുകൂടെ കേരളത്തിൽ വീണ്ടും വൈദ്യുതി മന്ത്രിയുടെ കസേരയിൽ വന്നു, വീണ്ടും നിയമസഭാ സാമാജികനായി. കേരളത്തിലെ ഏറ്റവും അതിശക്തമായ പ്രസ്ഥാനമുള്ള കോഴിക്കോട് ജില്ലയിൽ CPIM-നെ നയിക്കുന്ന ഒരു വ്യാജ ഐഡിയുടെയും സഹായത്തിലല്ല, സത്യസന്ധമായ പൊതുപ്രവർത്തനത്തിന്റെ, ത്യാഗപരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ CPIM-നെ നയിക്കുന്ന ആളായിരുന്നു സഖാവ് P. മോഹനൻ. ഇതിന്റെ 1000-ലൊരു അംശം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എങ്ങനെ ഇറങ്ങിപ്പോയത് നമ്മളെല്ലാവരും കണ്ടതല്ലേ? വെളുവെളുത്ത മുണ്ടും തൂവെള്ള കുപ്പായവും ഇട്ട് സഹജമായ നിലയിൽ ഫോണിലൂടെ സംസാരിച്ച് ചിരിച്ചു കളിച്ച് രോമത്തിൽ സ്പർശിച്ചിട്ടില്ല, രോമത്തിൽ പരിക്കേറ്റിട്ടില്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്. പക്ഷെ നിലവിളിയാണ്, എന്തൊരു കരച്ചിലാണ്. ഏതോ ഒരു സിനിമയിലെ കഥാപാത്രം പറയുന്നത് പോലെ ഇവരുടെ കരച്ചിൽ കേൾക്കുമ്പോൾ കൗതുകത്തോടുകൂടെ മറ്റു പല രംഗങ്ങളും ഓർമ്മിക്കേണ്ടതായി വരും. ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്ന ഒറ്റ കാര്യം അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്റെ ഭാഗം. ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ലക്ഷക്കണക്കിന് വ്യാജ ID ഉണ്ടാക്കിയ കേസിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത കേസിലെ പ്രതിയാണല്ലോ അയാൾ. ആ കേസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പരിഹാസത്തോടുകൂടെ പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്ന് കേരളത്തിലെ ഒരു മനുഷ്യനും മറന്നിട്ടില്ല. ആ വാചകം എന്താണ്? ഞങ്ങൾക്ക് പോലീസിനെ കാണുമ്പോൾ നെഞ്ചുവേദന വരില്ല. ആരെയാണ് ഉദ്ദേശിച്ചത്? RSSകാർ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പാതിവെന്ത ശരീരവുമായി ഇപ്പോഴും നമ്മുടെ മുമ്പിൽ സംഘപരിവാരത്തിന്റെ കൊലപാതക ശ്രമത്തെ അതിജീവിച്ച് ജീവിക്കുന്നു സഖാവ് P. ജയരാജൻ. അദ്ദേഹത്തിന് ആ ശരീരത്തിൽ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും ആശുപത്രിയിലായി. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പരിഹസിച്ചതാണ് ഞങ്ങൾക്ക് പോലീസിനെ കാണുമ്പോൾ നെഞ്ചുവേദന വരില്ല എന്ന്. രോമത്തിൽ പരിക്കേറ്റിട്ടില്ലാത്ത യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കോടതിയിൽ പോയി ഇന്നലെ അലറി നിലവിളിക്കുകയാണ്. എന്റെ കണ്ണിൽ ഇരുട്ട് വീഴുന്നു, എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല, എന്റെ തലയിൽ രക്തം കട്ടയാകുന്നു, എനിക്ക് നേരെ നിൽക്കാൻ കഴിയില്ല. 24 മണിക്കൂർ മുമ്പ് അദ്ദേഹം കൊല്ലത്തെ നമ്മുടെ കലോത്സവ വേദിയിൽ പോകുന്നു, ക്യാമറ കണ്ണുകളുടെ മുമ്പിൽ വന്നിരുന്ന് പാട്ട് പാടുന്നു, പൊട്ടിച്ചിരിക്കുന്നു, കൈകൊട്ടുന്നു, അഭിനയിക്കുന്നു. കൊല്ലത്തും തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ പോകുന്നു. അപ്പൊ കണ്ണിരിട്ട് പടരുന്നില്ല, അപ്പൊ തലയിൽ രക്തം കട്ടയാകുന്നില്ല, അപ്പം നേരെ നിൽക്കാൻ കഴിയാത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് നിലവിളിയില്ല. പോലീസിനെ ഒന്ന് കണ്ടപാടെ നിലവിളിയായി, കരച്ചിലായി, കണ്ണിൽ ഇരുട്ട് വീഴുകയായി, തലയിൽ രക്തം കട്ടയാകുകയായി, നേരെ നിൽക്കാൻ വയ്യാന്ന അലമുറയിടലായി
ഇത് കേരളത്തിന്റെ സമൂഹം കാണേണ്ടതല്ലേ? മുമ്പൊക്കെ മറ്റേതോ ഒരു ഘട്ടത്തിൽ പറയുന്നത് പോലെ മുമ്പൊക്കെ പിന്നെയായിരുന്നു, അപ്പോഴെന്ന് പറയുന്നത് പോലെയാണ്. ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ നിലവാരമില്ലാതെ, മര്യാദയില്ലാതെ, യാതൊരുവിധ രാഷ്ട്രീയ മര്യാദയുടെയും സീമകൾ പാലിക്കാതെയല്ലേ കേരളത്തിലെ പ്രധാനപ്പെട്ട ആദരണീയരായ പല നേതാക്കന്മാരെയും സംബന്ധിച്ച് വിശദീകരിച്ചത്? ഒറ്റ ഭാഗം കൂടെ, കോടതിയുടെ ജഡ്ജിമെന്റിലെ ഒറ്റ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ ഭാഗം വിടുകയാണ്. അദ്ദേഹം ഏതോ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി കിടന്ന് തനിക്ക് അസാധാരണമായ ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്നാണ് പിന്നീട് പല മാധ്യമങ്ങളിലും വാർത്ത വരുന്നത്. അതേ തുടർന്ന് കോടതിയുടെ ജഡ്ജിമെന്റിൽ കോടതി ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്താണ് ആ ജഡ്ജിമെന്റിന്റെ സുപ്രധാനമായ ഭാഗം? ഇറ്റ് ഈസ് pertinent to note that there is nothing discernible from the discharge summary that in which the hospital the petitioner was admitted. The name and the seal of hospital was not discernible from the discharge summary. ആശുപത്രിയുടെ പേരും സീലും പോലും ഇദ്ദേഹം ഹാജരാക്കിയ സ്വകാര്യ ആശുപത്രിയുടെ ഡിസ്ചാർജ് സമ്മറിയിൽ വ്യക്തമല്ല. അതും വ്യാജമാണോ എന്ന സംശയമാണ് കോടതി വരികൾക്കിടയിലൂടെ സൂചിപ്പിക്കുന്നത്. ഇറ്റ് വാസ് ഓൾസോ സ്പെസിഫിക്കലി stated in the discharge summary that at present the patient was symptomatically better and his vitals are stable. കോടതിയുടെ വിധി പ്രസ്താവമാണ്, ഞങ്ങളുടെ ആരുടെ അഭിപ്രായമല്ല. ഇദ്ദേഹത്തിന് ആരോഗ്യപരമായി നിലവിൽ സ്റ്റേബിൾ ആണെന്നും മറ്റ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇല്ല എന്നും ഡിസ്ചാർജ് സമ്മറിയുടെ ബലത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. എന്നിട്ടാണ് ഈ കരച്ചിൽ, എന്നിട്ടാണ് ഈ മോങ്ങൽ. കേരളം വിലയിരുത്തട്ടെ ഇവരുടെ സമീപനങ്ങളെ സംബന്ധിച്ച്.